ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമ്മുടെ പാപ്പി ഉറങ്ങുകയാണ്. ചായ വെച്ചിട്ടുണ്ട്, രോഷിക്കുള്ള ഫുഡ് ഒക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പാപ്പി ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ ഭയങ്കര സമാധാനമാണ് കേട്ടോ. രണ്ട് കാല് നിവർത്തി വെച്ച് കിടക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അവൾ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക, രാവിലത്തെ പണിത്തിരക്കിലാണ്. പക്ഷേ എന്താ പറയുക, ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ അപ്പുറത്തൊരു വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. അതൊന്നും അറിയാതെയുണ്ട് രാവിലെ ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടിവെള്ളം മുട്ടിയിട്ടുണ്ട്. ചേച്ച കിണറിൽ 2 പൂച്ച വീണ് കിടപ്പുണ്ട്, ജീവനോടെ കിടപ്പുണ്ട്. അത് എങ്ങനെ എടുക്കും എന്നറിയില്ല. അതൊന്നും ഞാൻ അറിയാതെയാണ് രാവിലെ എണീറ്റ് ഇഡലിയൊക്കെ ഒഴിക്കണ ഒരു തിരക്കിൽ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ രാവിലെ ഞാൻ മോട്ടർ അടിക്കണ സമയത്ത് പൂച്ചൻ്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെപ്പോഴും മോട്ടർ അടിക്കുന്ന സമയത്ത് കിണറിൽ പോയി നോക്കുകയൊന്നുമില്ല. കിണർ നമ്മുടെ അപ്പുറത്തേക്ക് താഴത്തേക്കാണ്. അതിൻ്റെ മോട്ടറിൻ്റെ സ്വിച്ച് നമ്മുടെ അടുക്കള ഭാഗത്തുമാണ്. അപ്പോൾ നമ്മൾക്ക് വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മോട്ടർ ഓണാക്കും, വെള്ളം എടുക്കും, ഓഫാക്കും, അത്ര തന്നെ. വല്ലപ്പോഴും മാത്രം അങ്ങടിക്ക് പോയി നോക്കാറുള്ളൂ. നമ്മൾ തേങ്ങയോ അങ്ങനെ എന്തെങ്കിലും വീണിട്ടുണ്ടോ നോക്കാൻ പോകുമ്പോൾ മാത്രമേ കിണറിലേക്ക് എത്തി നോക്കാറുള്ളൂ. അല്ലാതെ അങ്ങടിക്ക് ഇറങ്ങാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊന്നും അറിയാതെ ഞാൻ ഭയങ്കര കാര്യമായി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, ഒരു സൗണ്ട് ഒന്നും കേട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു രസം. അങ്ങനെ ഇതാ നമ്മളെ ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രോഷി ഇടയിൽ വന്ന് പറഞ്ഞിട്ട് പോയി, എനിക്ക് ഇഡലി വേണ്ട, എനിക്ക് ദോശയാണ് വേണ്ടത്. നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമുള്ളത് മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ, എൻ്റെ ഇഷ്ടമൊന്നും നോക്കില്ലല്ലോ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരാളുടെ ഇഷ്ടം അതിലുപരി പാപ്പിക്ക് ഇഡലി ഇഷ്ടമാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നിരുന്നാൽ കൂടി എന്താ പറയുക, ഇഡലി ആകുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ മാവ് അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് വേറെ പണികളൊക്കെ പോയി ചെയ്യാൻ പറ്റും. അതേസമയം ദോശയാണെങ്കിൽ അടുത്ത് നിന്ന് ഇങ്ങനെ ഓരോന്നായി ഒഴിച്ച് അവിടെ തന്നെ നിൽക്കേണ്ടി വരും. അത് ഒരുപാട് സമയം പിടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇഡലി അവിടെ ഒഴിച്ച് വെച്ചിട്ട് ചായയെ കൊണ്ടുവന്ന് രോഷി ചായ ആറ്റി കുടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റി. ദോശയാണെങ്കിൽ അത് പറ്റില്ല. രോഷിയെ ഇങ്ങോട്ട് വാ പറഞ്ഞ് ഇവളെ വിളിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടത് ഇന്ന് പാപ്പി ഉറങ്ങി എണീറ്റതാണ്. ഇത് ഇന്നലത്തെയാണ് കേട്ടോ. അങ്ങനെ 2 ദിവസത്തെ വീഡിയോ കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഉറങ്ങി എണീറ്റ് ഇങ്ങനെ കിടപ്പുണ്ട്. ഇനി ആളിനെ ഇവളും അറിഞ്ഞിട്ടില്ല. പൂച്ച കിണറിൽ വീണ കാര്യങ്ങളൊന്നും അറിയാതെ സുഖമായി കിടന്നുറങ്ങണം. അപ്പോൾ എണീറ്റ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങി കുറേ സമയമായി. അപ്പോൾ ഞാൻ എണീക്കണില്ലെന്നൊക്കെ ചോദിച്ച് അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങനെ തട്ടി വിടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ വരുന്നില്ല എന്നുള്ളൊരു രീതിക്കൊക്കെയാണ് ആൾ നിൽക്കണത്. വാശിയിലാണ് ഇന്നേക്ക് കുറച്ച്. ആ വാശി എന്തിനാണെന്ന് എനിക്ക് കുറേ ഇതറിയില്ല. എൻ്റെ കൈയിൻ്റെ വേക്കമെന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞ ഒരു കുരുവാണ്. നമ്മൾ ഈ ചോരക്കുരു എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു കുരുവാണ്. അതിൻ്റെ വേക്കം കമ്മിയായി വന്നിട്ടുണ്ട്. അത് അങ്ങനെ അമർന്നു പോയാൽ അത്രയും സമാധാനം ഉണ്ടാവും. അങ്ങനെ ഇതാ നമ്മുടെ പാപ്പി സുന്ദരി കുളിച്ച് ചായ കുടിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ പൂച്ച വീണ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. രോഷിയും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ചായ കുടിച്ച് എന്ത് ചെയ്യും. അച്ഛനാണെങ്കിൽ ഇവിടെ ഇല്ല. ഒന്നാമത്തെ കാര്യം ആരെ വിളിക്കും, ഒരു പിടിയും കിട്ടുന്നില്ല. പൂച്ചനെ ആണെങ്കിൽ എടുത്ത് മേലേക്ക് ഇടുന്നത് ജീവനോട് അവിടെ കിടക്കുകയല്ലേ, അല്ലെങ്കിൽ വെള്ളത്തിൽപ്പെട്ട് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടും. അത് കാണാൻ വയ്യ. അങ്ങനെയൊക്കെ ആയി ടെൻഷനായിട്ട് കുറേ പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇപ്പോൾ അവിടെ ആളില്ല ഇവിടെ ആളില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ ഇടയിൽ വന്ന രോഷി പിന്നെ എനിക്ക് ബാക്കി പണി ചെയ്യാനുള്ളൊരു മൂഡൊക്കെ അങ്ങോട്ട് പോയിട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ടെൻഷൻ മൊത്തം തലയ്ക്ക് കയറി. ഈ പൂച്ചനെ എങ്ങനെ എടുത്ത് പുറത്തിടും എന്നുള്ളൊരു ടെൻഷൻ മാത്രമായിരുന്നു. പിന്നെ ഞാൻ ചമ്മന്തി അരയ്ക്കാനോ ഒന്നും നിൽക്കാതിരുന്നപ്പോൾ രോഷി വന്ന് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവൾ വന്നിട്ട് ചമ്മന്തിക്കുള്ള തക്കാളി ഉള്ളിയൊക്കെ എണ്ണയിലിട്ട് വഴറ്റിയെടുത്ത് അവൾക്ക് 2 ദോശ ഒഴിക്കട്ടെ പറഞ്ഞ് ദോശയൊക്കെ ഒഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവൾക്ക് കാര്യം മനസ്സിലായി. ഇനി അമ്മ ചെയ്തിട്ട് ഞങ്ങൾക്കൊന്നും കഴിക്കാൻ കിട്ടില്ല. ഇനിയിപ്പോൾ ആ പൂച്ച എടുക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവൾ ദോശ ഒഴിക്കാനുള്ളത് ഇതാക്കി. അപ്പോൾ ഞാൻ കല്ല് ചൂടായിട്ടുണ്ടാവും ദോശ ഒഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ കല്ലൊന്നും ചൂടായില്ല, ആവി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ കൈ അതിൻ്റെ മേലെ വെച്ച് നോക്കുമ്പോൾ കല്ല് ചൂടായത് അറിയാൻ പറ്റും, കൈ വെച്ച് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് പറഞ്ഞുകൊണ്ട് അവളെ ഇതാക്കിക്കൊണ്ട് നടക്കുകയാണ്. മൊത്തത്തിൽ ടെൻഷൻ പിടിച്ചൊരു ദിവസം പറഞ്ഞാൽ ഇന്നത്തെ ദിവസമാണ് ഭയങ്കര ടെൻഷൻ.
നമ്മൾ നമുക്ക് ഇറങ്ങി എടുക്കാനും പറ്റില്ല, എങ്ങനെയൊക്കെയോ വലിയ കിണറുമാണ് കേട്ടോ അത്. എന്തായാലും അതിൻ്റെ വീഡിയോ ഒക്കെ കുറച്ച് ഭാഗങ്ങൾക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാപ്പീൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവൾക്ക് വേഗം ഞാൻ ഇടയിൽ പോയി ഫുഡും കൊടുത്തു. ഇഡലി ആയതുകൊണ്ട് പിന്നെ അവൾ അത്രയ്ക്ക് വാശി കാണിക്കുക ഒന്നുമില്ല. പിന്നെ എനിക്ക് കഴിക്കാനുള്ള മൂഡും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരെണ്ണം കഴിച്ചിട്ട് ഞാനും നിർത്തിയിട്ടുണ്ടായിരുന്നു. രോഷി പിന്നെ 2 ദോശ ഒഴിച്ച് അവളും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ ക്ലാസ് സൺഡേ ആയതുകൊണ്ട് ക്ലാസ് ഇല്ല. പക്ഷേ നാളേക്ക് എല്ലാവരും പ്രാർത്ഥിക്കണം. നാളെ രോഷിക്ക് തിങ്കളാഴ്ച രോഷിക്ക് IT പബ്ലിക് എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ലാപ്ടോപ്പൊന്നും വീട്ടിലില്ലല്ലോ. അപ്പോൾ അതിൽ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളല്ലേ. അതുകൊണ്ട് അവളുടെ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. 2 മണിക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. 2 മണിക്ക് പോയിട്ട് അവൾ പിന്നെ വരുന്നത് 7 മണിക്കൊക്കെ വരുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലതുപോലെ ചെയ്യാൻ പറ്റട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. ഇവൾ രക്ഷപ്പെട്ടാൽ മാത്രമേ നമ്മുടെ കുടുംബം എന്തെങ്കിലുമൊക്കെ ആയി തീരുള്ളൂ. എന്തായാലും എങ്ങനെ പോകും എന്നൊന്നും അറിയില്ല. രോഷിക്ക് ടെൻഷനൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതും ഇവൾക്ക് മറന്നു പോകുമോ എന്നുള്ള ടെൻഷനാണ് കൂടുതലും. പഠിക്കില്ല എന്നല്ല, പക്ഷെ പഠിച്ചത് അവിടെ എത്തുന്ന സമയത്ത് ഓർമ്മയില്ല എന്നാണ് ആൾ പറയുന്നത്. അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാം നല്ലതിനായിരിക്കും എന്ന് ചിന്തിക്കണം. ഞാൻ പാപ്പിക്ക് എണ്ണ തേക്കാൻ പോവാണ്. ശരി, നീ ഒഴിക്കുക. എത്ര ദോശ ഒഴിക്കാൻ പോണം? 3. ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പാപ്പിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഡലി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു 4-5 ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു പൂച്ചനെ പൊക്കി വെളിയിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതായ തിരക്കിലാണ്. അപ്പോൾ ഈ പൂച്ചനെ എങ്ങനെ കയറ്റും എന്നുള്ളൊരു ഇതിൽ ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കുറേ സമയം, ഒരു 2-2.5 മണിക്കൂറൊക്കെ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നിന്ന് കഷ്ടപ്പെട്ടു. ആ കോണിപ്പടി കൂടെ പൂച്ച കയറി പകുതി എത്തും. എന്നിട്ട് കിണറിൻ്റെ ഇതുണ്ടല്ലോ, കല്ലിൽ അങ്ങോട്ട് പിടിക്കും, തലയും കുത്തി വീഴും. അയ്യോ, ഭയങ്കര ടെൻഷൻ പറഞ്ഞാലും പോലെ. എന്തായാലും ഒരു ജീവനല്ലേ, എന്ത് ചെയ്യും. ലാസ്റ്റ് ഒരു രക്ഷയും ഇല്ലാതിരുന്നപ്പോൾ നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു ആ ചേട്ടന്. അങ്ങനെ ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല, എന്തായാലും അത് തനിയെ കയറില്ല എന്നുള്ളൊരു അവസ്ഥയൊക്കെ ആയപ്പോൾ ആൾ കിണറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കേട്ടോ. ഇതാണ് ഈ പഴക്കം പിടിച്ച കിണറും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കും ഭയങ്കര ടെൻഷൻ. എന്താ വെച്ചാൽ ഇത് വൃത്തിയാക്കാതിരുന്നാലും നമുക്ക് വെള്ളം എടുക്കണമല്ലോ. ഇപ്പോൾ തൽക്കാലം നമ്മൾ കുടിക്കാൻ ഈ വെള്ളം എടുക്കണില്ല. ഇനിയിപ്പോൾ കിണറൊക്കെ വൃത്തിയാക്കിയ ശേഷം മാത്രം വെള്ളം കുടിക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇറങ്ങി നമ്മൾ ഇത് മോട്ടർ അടിച്ചിട്ടാണ് ബാത്റൂമിലേക്ക് ചോറ് വയ്ക്കാൻ, കറി വയ്ക്കാനൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആ ചേട്ടൻ പകുതിക്ക് ഇറങ്ങുമ്പോഴേക്കും പൂച്ച വീണ്ടും ഏണി കൂടെ കയറി മേലേക്ക് വരാൻ നോക്കുകയാണ്. ഇനിയിപ്പോൾ താഴത്തേക്ക് ഇറങ്ങി അത് വീണ്ടും താഴെ പോകുക പറഞ്ഞിട്ട് ആ ചേട്ടൻ മേലേക്ക് കയറിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും അത് പകുതി എത്തിയതോ അങ്ങടിക്ക് തന്നെ തിരിഞ്ഞ് അത് താഴേക്ക് പോയിട്ടോ. ഭയങ്കര കഷ്ടപ്പാട് പറഞ്ഞാലും മതിയാവില്ല. ഇവരെയൊക്കെ ശരിക്കും സമ്മതിക്കണം. ആ ഒരു ജീവന് വേണ്ടിയിട്ടേ ഇവരുടെ സേഫ്റ്റിയൊക്കെ നോക്കാതെ പാവങ്ങൾ ഇറങ്ങി അതിനെങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ രക്ഷിച്ചെടുത്തു എന്നതാണ് ഏറ്റവും വലിയ സത്യം. അതിനെ പുറത്തെടുത്തതും അത് അതിൻ്റെ ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ടായിരുന്നു. ഒരു 1.5 ഓട്ടമായിരുന്നു ഓടിയത്. പിന്നെ അധിക സമയം പിന്നെ രോഷി ക്ലാസ്സിലേക്ക് പോയി. പിന്നെ എനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. നമ്മുടെ പാപ്പിനെയും കൊണ്ട് കുറച്ച് നേരമൊക്കെ വന്ന് നിന്ന് കാണിച്ചൊക്കെ കൊടുത്തു. കുറച്ച് നേരമൊക്കെ ഇങ്ങോട്ടേക്ക് പുറത്തൊക്കെ വന്ന് നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്താ പറയുക, പാപ്പിനെയും കൊണ്ട് അധിക സമയം നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കുറേ നേരം എന്തൊക്കെയോ ചെയ്ത് ലാസ്റ്റ് എന്തായാലും ഇറങ്ങിയിട്ട് തന്നെയാണ് അതിനെ എടുത്ത് പുറത്ത് എടുക്കാൻ പറ്റിയത്. അതുവരെയും അത് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് പകുതിക്ക് വരും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. കൂടിയിൽ മീനൊക്കെ ഇട്ടിട്ട് പൂച്ചനെ എടുക്കാനൊക്കെ എത്രയോ ശ്രമങ്ങൾ നടത്തി. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ജീവൻ രക്ഷിച്ച ഈ ചേട്ടന്മാർക്കായിരിക്കണം ഇന്നത്തെ കമൻറ്റ് ലൈക്കൊക്കെ നിങ്ങളുടെ കേട്ടോ. പാപ്പിക്കുട്ടി സുഖമായിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മൾ പിന്നെ എന്താ പറയുക, അങ്ങനെ പോകണം. സങ്കടവും സന്തോഷങ്ങളും എല്ലാം കൂടി കലർന്ന് അങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും പാപ്പിക്ക് ഉണ്ടാവണം.
ഇനിയും അവൾ ഇതിലും കൂടുതൽ ഓക്കെ ആയി വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. പെട്ടെന്ന് തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തട്ടെ എന്ന് എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വലിയൊരു വിശേഷമെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ കണ്ടോ വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊക്കെയാണ് പൂച്ചനെ എടുത്ത് ആ കൂടയിലേക്കൊക്കെ എടുത്ത് മാറ്റിയിട്ടിട്ട് ഇങ്ങോട്ടേക്ക് പുറത്തെടുത്തത്. അതുവരെയും അത് എങ്ങനെയാണ് പകുതിക്ക് എടുക്കുമ്പോൾ അങ്ങടിക്ക് ചാടും, പിന്നെയും ഇങ്ങടിക്ക് ചാടും. ഇങ്ങനെ കുറേ സമയം അവരെ ബുദ്ധിമുട്ടിപ്പിച്ചു എന്ന് തന്നെ പറയാം. പൂച്ച ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരതെടുത്ത് മാറ്റി തന്നു. അത് തന്നെ വലിയൊരു ഭാഗ്യം എന്തായാലും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാപ്പിക്കുട്ടി ഇത് ഇന്നത്തെ തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ കൈകൊട്ടി കളിച്ചും ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ സമയം താഴെ ഇരിക്കുന്നത് ഇഷ്ടമല്ലല്ലോ ആൾക്ക്. അപ്പോൾ ഞാൻ കട്ടിലിൻ്റെ മേലെ കയറ്റി ഇങ്ങനെ ഇരുത്തിയപ്പോൾ ഭയങ്കര സന്തോഷം